യോൾ വെൽക്കം ടു സ്റ്റഡി വിൻ PSC 2025 കായികവുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഇനി വരുന്ന PSC എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കും. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PSC ബുള്ളറ്റിനിൽ നിന്നുള്ളതാണ്. ഓക്കെ, പ്രഥമ ഖോ-ഖോ ലോകകപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലെ കിരീടം സ്വന്തമാക്കിയ രാജ്യം ഇന്ത്യ. 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പിന് വേദിയായത് ന്യൂഡൽഹി. പ്രഥമ ഖോ-ഖോ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം തേജസ് ആൻഡ് താര. 2024-25 വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് കർണാടക. അമേരിക്കൻ മാഗസിനായ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് 2024 മികച്ച ജാവലിൻ ത്രോ താരമായി തിരഞ്ഞെടുത്തത് നീരജ് ചോപ്ര. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ AFIയുടെ പ്രസിഡന്റ് ഒളിമ്പ്യൻ ബഹദൂർ സിംഗ് സാഗു. ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചവർ മനു ഭാക്കർ ഷൂട്ടിംഗ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, D ഗുകേഷ് ലോക ചെസ് ചാമ്പ്യൻ, പ്രവീൺ കുമാർ പാരാ അത്ലറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചവർ മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ്, D ഗുകേഷ്, പ്രവീൺ കുമാർ. അർജുന പുരസ്കാരം ലഭിച്ച മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ്. ഇമ്പോർട്ടൻ്റ് ആണ്. അർജുന പുരസ്കാരം ലഭിച്ച മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ്. സമഗ്ര സംഭാവനയ്ക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ബാഡ്മിൻ്റൺ പരിശീലകൻ S മുരളീധരൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ബാഡ്മിൻ്റൺ പരിശീലകൻ S മുരളീധരൻ. 78ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ തോൽപ്പിച്ച് കിരീടം നേടിയത് പശ്ചിമ ബംഗാൾ. വേദി ഹൈദരാബാദ് ആയിരുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 78ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ തോൽപ്പിച്ച് കിരീടം നേടിയത് പശ്ചിമ ബംഗാൾ. ദേശീയ സീനിയർ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് കേരളം. ലിസ്റ്റ് A ക്രിക്കറ്റിൽ പുറത്താകാതെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ റൺസ് നേടി ലോക റെക്കോർഡ് സ്ഥാപിച്ച മലയാളി ക്രിക്കറ്റർ കരുൺ നായർ. 2025 അന്തരിച്ച ബാലൺ ഡിയോർ നേടിയ ഏക സ്കോട്ടിഷ് ഫുട്ബോൾ താരം ഡെന്നിസ് ലോ. ആദ്യത്തെ ഇന്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്തിലെ ഗാന്ധിനഗർ. 2025 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് വിക്ടർ ആക്സൽസെന് ഡെൻമാർക്ക്. 2025 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് അൻസെയങ് ദക്ഷിണ കൊറിയ. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ന്യൂഡൽഹി, ഇന്ത്യ. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യചിഹ്നം വീരാജ്. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ കങ്കണ റണാവത്ത്. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് ശൈലേഷ് കുമാർ, ഹൈജമ്പ് T63. 3 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലായി 3 സ്വർണ്ണ മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം സുമിത് ആൻഡില്, ജാവലിൻ ത്രോ F64. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ F46 സ്വർണം നേടിയത് റിങ്കു ഹൂഡ.
ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ഹൈജമ്പിൽ T47 സ്വർണം നേടിയത് നിഷാദ് കുമാർ. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ F44 സ്വർണം നേടിയത് സന്ദീപ് സഞ്ജയ് സർഗർ. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 100 മീറ്റർ T12 സ്വർണം നേടിയത് സിമ്രാൻ ശർമ്മ. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം 10, 6 സ്വർണം ഉൾപ്പെടെ 22 മെഡലുകൾ നേടി. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ബ്രസീൽ. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ബ്രസീൽ. ഫിഡെ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ജേതാവായ ഇന്ത്യൻ താരം കൊനേരു ഹംപി. ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഡെ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ജേതാവായ ഇന്ത്യൻ താരം കൊനേരു ഹംപി. ATP ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കൂടിയ താരം ഗെയിൽ മോൺഫീൽഡ്സ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ടാറ്റ സ്റ്റീൽ ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ ചെസ് താരം R പ്രജ്ഞാനന്ദ. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യ. വേദി മലേഷ്യ. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യ. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളി ക്രിക്കറ്റ് താരം VJ ജോഷിത, വയനാട്. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളി ക്രിക്കറ്റ് താരം VJ ജോഷിത, വയനാട്ടുകാരിയ. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ക്രിസ്റ്റി കവൻട്രി, സിംബാബ്വേക്കാരി ആണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ IOCയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ക്രിസ്റ്റി കവൻട്രി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തോമസ് ബാക്ക്. ഇന്ത്യയുടെ 1975 ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് എറോൾ ഡിക്രൂസും K അറുമുഖും ചേർന്ന് എഴുതിയ പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി. 2025 ഇന്ത്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരത്തിന് നൽകിയിരിക്കുന്ന പേര് നീരജ് ചോപ്ര ക്ലാസിക്. പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരത്തിന്റെ വേദി ബംഗളൂരു. 2025 മെയ് മാസത്തിൽ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിക്കപ്പെട്ട കായിക താരം നീരജ് ചോപ്ര. 2025 ഒക്ടോബറിൽ ഇന്ത്യൻ ആർമിയിൽ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച കായിക താരം നീരജ് ചോപ്ര. 6ാമത് ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യ. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ ജേതാക്കൾ കേരളം. ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഇന്ത്യ. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അടുത്തിടെ നടന്ന PSC പരീക്ഷകളിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു. ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഇന്ത്യ. 2025 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ വേദി രാജ്ഗീർ, ബീഹാർ. 2025 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ ജേതാക്കളായ രാജ്യം ഇന്ത്യ. കേരളത്തെ പരാജയപ്പെടുത്തി 2024-25 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ ടീം വിദർഭ. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തെ പരാജയപ്പെടുത്തി 2024-25 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് വിദർഭ. '27 നടക്കുന്ന പ്രഥമ ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന്റെ വേദി റിയാദ്, സൗദി അറേബ്യ. ഇതും ഈ അടുത്തിടെ നടന്ന PSC പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന്റെ വേദി സൗദി അറേബ്യ, സൗദി അറേബ്യയിലെ റിയാദ്. അന്ന് ആ PSC പരീക്ഷ ചോദിച്ചപ്പം രാജ്യമായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. സൗദി അറേബ്യ ആയിരുന്നു അതിൻ്റെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. 2027 നടക്കുന്ന പ്രഥമ സ്പോർട്സ് ഗെയിംസിൻ്റെ വേദി സൗദി അറേബ്യ രാജ്യം, സൗദി അറേബ്യയിലെ
റിയാദിൽ വെച്ചാണ് നടക്കുന്നത് കേട്ടോ. രാജ്യവും സ്ഥലവും പഠിക്കുക. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ബീഹാർ. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത് ബീഹാർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ സ്പാനിഷ് കോച്ച് ഡേവിഡ് കറ്റാല. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ സ്പാനിഷ് കോച്ച് ഡേവിഡ് കറ്റാല. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായ രാജ്യം ഇന്ത്യ. ICC വനിതാ ഏകദിന ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്ത് കിരീടം നേടിയത് ഇന്ത്യയാണ്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. ഇമ്പോർട്ടൻ്റ് ആണ്. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായ രാജ്യം ഇന്ത്യയാണ്. അതുപോലെ ICC വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്ത് കിരീടം നേടിയത് ഇന്ത്യയാണ്. അതൊക്കെ എല്ലാവരും ടി വിയിൽ ഒക്കെ കളിയൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ. 2025 ICC പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് സൗരവ് ഗാംഗുലി. കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവകേന്ദ്രയുടെ പുതിയ പേര് മേരാ യുവ ഭാരത്. 2025 വനിതാ കബഡി ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ബംഗ്ലാദേശിലെ ധാക്ക. 2025 വനിതാ കബഡി ലോകകപ്പ് കിരീടം നിലനിർത്തിയ രാജ്യം ഇന്ത്യ. രണ്ടായിരത്തി കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയത് ഇന്ത്യ. വേദി ഇംഗ്ലണ്ട്. 2026 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ കാനഡ, മെക്സിക്കോ, അമേരിക്ക. ഇമ്പോർട്ടൻ്റ് ആണ്. 2026 അതായത് ഈ വർഷം ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ കാനഡ, മെക്സിക്കോ, അമേരിക്കയാണ്. 2026 ഫിഫ ലോകകപ്പിന് പങ്കെടുപ്പിക്കുന്ന ആകെ ടീമുകളുടെ എണ്ണം 48. 2026 ഫിഫ ലോകകപ്പിന് പങ്കെടുപ്പിക്കുന്ന ആകെ ടീമുകളുടെ എണ്ണം 48. 2026 ഫിഫ ലോകകപ്പിനുള്ള പന്തിന് നൽകിയ പേര് ട്രയോണ്ട. 2026 ഫിഫ ലോകകപ്പിനുള്ള പന്തിന് നൽകിയ പേര് ട്രയോണ്ട. നമ്മുടെ ബോണ്ടാന്ന് വല്ലതും വെച്ചങ്ങ് ഓർത്ത് വയ്ക്കുക കേട്ടോ. ബോണ്ട, ട്രയോണ്ടയാണ് സംഭവം. പക്ഷെ നമ്മൾ വല്ലതും ബോണ്ടാന്ന് വല്ലതും വെച്ചങ്ങ് ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലൂവിൽ ഓർത്തിരിക്കുക. ഞാനൊരു ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ട്രയോണ്ട. അപ്പം 2025 ഫിഫ ലോകകപ്പിനുള്ള പന്തിന് നൽകിയ പേര് ട്രയോണ്ട. ബോണ്ടാന്ന് വെച്ച് ഓർത്ത്. 2026 ഫിഫ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങൾ മാപ്പിൾ, സായു, ക്ലച്ച്. 2026 ഫിഫ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങൾ മാപ്പിൾ, സായു, ക്ലച്ച്. ഓക്കെ. അപ്പോൾ 2026 ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ വർഷം നടക്കുന്ന ഫിഫ ലോകകപ്പ് ഡീറ്റെയിൽസ് ആണിത്. ഒന്നുകൂടെ അങ്ങ് വായിച്ചേക്കാം, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. 2026 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളാണ് കാനഡ, മെക്സിക്കോ, അമേരിക്ക. 2026 ഫിഫ ലോകകപ്പിന് പങ്കെടുപ്പിക്കുന്ന ആകെ ടീമുകളുടെ എണ്ണം 48. 2026 ഫിഫ ലോകകപ്പിനുള്ള പന്തിന് നൽകിയ പേര് ട്രയോണ്ട. 2026 ഫിഫ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങൾ മാപ്പിൾ, സായു, ക്ലച്ച്. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് മത്സരിച്ച് യോഗ്യത നേടുന്ന ആദ്യ ഏഷ്യൻ രാജ്യം ജപ്പാൻ. ഇനിയുണ്ട് കേട്ടോ ചോദ്യങ്ങൾ. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് മത്സരിച്ച് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ജപ്പാൻ. ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം 1,56,000 മാത്രമേ ഉള്ളൂ കേട്ടോ. കുറാക്കോവോ. ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് ആദ്യമായി യോഗ്യത നേടിയ രാജ്യങ്ങൾ കേപ്പ് വെർദ, ജോർദാന്, ഉസ്ബെക്കിസ്ഥാൻ, കുറാക്കാവോ. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് മത്സരിച്ച് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ജപ്പാനാണ്. ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം കുറാക്കാവോ. ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് ആദ്യമായി യോഗ്യത നേടിയ രാജ്യങ്ങളാണ് കേപ്പ് വെർദ, ജോർദാന്, ഉസ്ബെക്കിസ്ഥാൻ, കുറാക്കാവോ. 2025 ഏപ്രിൽ അന്തരിച്ച ദ്രോണാചാര്യ അവാർഡ് ജേതാവ് കൂടിയായ പ്രശസ്ത ഷൂട്ടിംഗ് പരിശീലകൻ പ്രൊഫസർ സണ്ണി തോമസ്. 2025 ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം
മഹേന്ദ്ര സിംഗ് ധോണി. ഓർത്തു വെച്ചോണം, 2025 ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണി. മഹേന്ദ്ര സിംഗ് ധോണിയെ കൂടാതെ 2025 ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ടവരാണ് ഗ്രെയിം സ്മിത്ത്, ഹാഷിം അംല, മാത്യു ഹെയ്ഡൻ, ഡാനിയൽ വെട്ടോറി, സന മിർ, സാറ ടൈലർ. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ വേദി ദാൽ തടാകം ശ്രീനഗർ, ഭാഗ്യചിഹ്നം ഹിമാലയൻ കിങ്ഫിഷർ. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ വേദി ദാൽ തടാകമാണ് കേട്ടോ. ശ്രീനഗറിലെ ദാൽ തടാകം, ഭാഗ്യചിഹ്നം ഹിമാലയൻ കിങ്ഫിഷർ. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്ന ജില്ല കൊല്ലം ജില്ലയിലെ എഴുകോണില്. 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ജപ്പാൻ. ഓർത്തു വെച്ചോണം, 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ജപ്പാനാണ്. ജപ്പാനിലെ ഐച്ചി നഗോയ. 2027 പ്രഥമ ബ്രിംസ്റ്റെക് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ് കേട്ടോ. 2027 പ്രഥമ ബിംസ്റ്റെക് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഡൽഹി. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഡൽഹി. 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യങ്ങൾ ബെൽജിയം, നെതർലാൻഡ്സ്. 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യങ്ങൾ ബെൽജിയം, നെതർലാൻഡ്. 2025 ഏഷ്യൻ വിന്റർ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ചൈനയിലെ ഹാർബിൻ. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം അഹമ്മദാബാദ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം അഹമ്മദാബാദ് ആണ്. 2025 വനിതാ പുരുഷ കബഡി ലോകകപ്പുകൾക്ക് വേദിയാകുന്നത് ഇംഗ്ലണ്ട്. 2025 വനിതാ പുരുഷ കബഡി ലോകകപ്പുകൾക്ക് വേദിയാകുന്നത് ഇംഗ്ലണ്ട്. ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് വേദി ബാത്തുമി, ജോർജിയ. ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ദിവ്യ ദേശ്മുഖ് ഫൈനലിൽ കൊനേരു ഹംപിയെ പരാജയപ്പെടുത്തി. ഇന്ത്യക്കാരെ തന്നെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ദിവ്യ ദേശ്മുഖ്. ഫൈനലിൽ കൊനേരു ഹംപിയെ പരാജയപ്പെടുത്തി. ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന 4ാമത്തെ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ്. ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന 4ാമത്തെ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2ാം സീസണിൽ തൃശൂർ മാജിക് FC പരാജയപ്പെടുത്തിയ കിരീടം നേടിയത് കണ്ണൂർ വാരിയേഴ്സ് FC. ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന 2025 സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല തിരുവനന്തപുരം. ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന 2025 സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല തിരുവനന്തപുരം. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം തങ്കു എന്ന മുയൽ. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം തങ്കു എന്ന മുയൽ. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷ്. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷ്. 2025 സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായി സ്വർണ്ണക്കപ്പ് കരസ്ഥമാക്കിയ ജില്ല തിരുവനന്തപുരം. 2025 സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായി സ്വർണ്ണക്കപ്പ് കരസ്ഥമാക്കിയ ജില്ല തിരുവനന്തപുരം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണേ. 2026 സ്കൂൾ ഒളിമ്പിക്സ് വേദി കണ്ണൂരാണ്. 2026 സ്കൂൾ ഒളിമ്പിക്സ് വേദി എവിടെയാണ്? കണ്ണൂർ. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾക്ക് ലഭിക്കുന്ന ട്രോഫിയുടെ പുതിയ പേര് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി. പട്ടൗഡി ട്രോഫി എന്ന പേരിന് പകരമാണിത് കേട്ടോ. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾക്ക് ലഭിക്കുന്ന ട്രോഫിയുടെ പുതിയ പേര് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി. 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് IPL കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു RCB.
ഇമ്പോർട്ടൻ്റ് ആണ്. 2025 IPL കിരീടം, ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് RCB, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. 2025 ജനീവ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് നോവാക് ജോക്കോവിച്ച്. ജിമ്മി കൊണൽസ്, റോജർ ഫെഡറർ എന്നിവർക്ക് ശേഷം പുരുഷ ടെന്നീസിൽ 100 ATP കിരീടങ്ങൾ നേടിയ താരം നോവാക് ജോക്കോവിച്ച്. നോവാക് ജോക്കോവിച്ച് സെർബിയയിൽ നിന്നുള്ള ആളാണ്. ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ നടന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. ഭാഗ്യചിഹ്നം തയ്യാറാക്കിയത് S. അനുപമ. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് വിയാപുരം ചുണ്ടനാണ്. VBC കൈനകരിയാണ് വിയാപുരം ചുണ്ടൻ തുഴഞ്ഞത്. അപ്പോൾ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് എന്താണ്? നെഹ്റു ട്രോഫി വള്ളംകളി. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് വിയാപുരം ചുണ്ടനാണ്. വിയാപുരം ചുണ്ടൻ. 2025 ചമ്പക്കുളം മൂലം വള്ളംകളി ജേതാക്കൾ ചെറുതന പുത്തൻചുണ്ടൻ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഥുൻ മൻഹാസ്. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ BCCIയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഥുൻ മൻഹാസ്. മിഥുൻ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി, പെട്ടെന്ന് ഓർക്കാൻ എളുപ്പമുള്ള ഒരു പേരല്ലേ. മിഥുൻ മൻഹാസ്, BCCI പ്രസിഡന്റ് മിഥുൻ മൻഹാസ്. ഫുട്ബോൾ ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ ഇന്ത്യൻ സന്ദർശനത്തിന് നൽകിയ പേര് ഗോട്ട് ടൂർ ഓഫ് ഇന്ത്യ 2025. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ ഇന്ത്യ സന്ദർശനത്തിന് നൽകിയ പേര് ഗോട്ട് ടൂർ ഓഫ് ഇന്ത്യ 2025. ഗോട്ട് ടൂർ ഓഫ് ഇന്ത്യ 2025ന്റെ ഭാഗമായി ലയണൽ മെസ്സി സന്ദർശിച്ച ഇന്ത്യൻ നഗരങ്ങൾ ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത. ഗോട്ട് ടൂർ ഓഫ് ഇന്ത്യ 2025ന്റെ ഭാഗമായി ലയണൽ മെസ്സി സന്ദർശിച്ച ഇന്ത്യൻ നഗരങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത. നമ്മുടെ കേരളത്തിലും പുള്ളിക്കാരൻ വന്നില്ല. മെസ്സി കേരളത്തിൽ വരുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ TV-യിലൊക്കെ എപ്പോഴും ന്യൂസിൽ കേൾക്കാറല്ലോ, പക്ഷെ വന്നില്ല. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കുക, കേരളത്തിൽ വന്നിട്ടില്ലെന്നേ. ഗോട്ട് ടൂർ ഓഫ് ഇന്ത്യ 2025ന്റെ ഭാഗമായി ലയണൽ മെസ്സി സന്ദർശിച്ച ഇന്ത്യൻ നഗരങ്ങളാണ് ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത. 2026 ഫെബ്രുവരിയിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന 2020 ലോകകപ്പിലേക്കുള്ള ആദ്യ ടിക്കറ്റ് ഏത് താരത്തിനാണ് ICC ചെയർമാൻ ജയ്ഷാ സമ്മാനിച്ചത്? ലയണൽ മെസ്സി. 2026 ഫെബ്രുവരിയിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന 2020 ലോകകപ്പിലേക്കുള്ള ആദ്യ ടിക്കറ്റ് ഏത് താരത്തിനാണ് ICC ചെയർമാൻ ജയ്ഷാ സമ്മാനിച്ചത്? ലയണൽ മെസ്സിക്ക് കേട്ടോ. അപ്പോൾ ICCയുടെ ചെയർമാൻ ആരാണ്? ജയ്ഷാ. ICCയുടെ ചെയർമാൻ ജയ്ഷാ. 2026 2020 ലോകകപ്പ് നടക്കുന്ന എവിടെയൊക്കെ ആയിട്ടാണ്? ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ട്. അപ്പോൾ അതും കൂടെ ഓർത്ത് വയ്ക്കുക. 2026 2020 ലോകകപ്പ് നടക്കുന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ്, ഫെബ്രുവരിയിലാണ്. ബാലൻ ദിയോർ പുരസ്കാരം 2025 ഇമ്പോർട്ടൻ്റ് ആണ്. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻ ദിയോർ പുരസ്കാരം ലഭിച്ചത് ഫ്രഞ്ച് താരം ഉസ്മാൻ ഡെംബലക്ക്. മികച്ച യുവതാരത്തിനുള്ള കോപ്പ ട്രോഫി നേടിയത് ലാമിൻ യമാൽ. പുരുഷ ഗോൾ കീപ്പർക്കുള്ള യാഷിൻ ട്രോഫി നേടിയത് ജിയാൻ ലൂജി ഡൊണോരുമ. ടോപ്പ് സ്കോറർക്കുള്ള ഗർഡ് മുള്ളർ ട്രോഫി നേടിയത് വിക്ടർ യോക്രസ്. മികച്ച കോച്ചിനുള്ള യോഹാൻ ക്രൈഫ് ട്രോഫി നേടിയത് ലൂയിസ് എൻറിക്ക. മികച്ച പുരുഷ ഫുട്ബോൾ ക്ലബിനുള്ള പുരസ്കാരം നേടിയ ടീം PSG. തുടർച്ചയായ 3-ാം തവണയും മികച്ച വനിതാ ഫുട്ബോളർക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഐറ്റാന ബോൺമാറ്റി. മികച്ച യുവ വനിതാ താരം വിക് ലോപ്പസ്. മികച്ച വനിതാ ഗോൾ കീപ്പർ ഹന്ന ഹാംപ്ടൺ. മികച്ച വനിതാ പരിശീലക സെറീന വിക്മാൻ. മികച്ച വനിതാ ഫുട്ബോൾ ക്ലബ്ബ് ആഴ്സണൽ. ടോപ്പ് സ്കോറർക്കുള്ള ജെറാൾഡ് മുള്ളർ ട്രോഫി നേടിയ വനിതാ താരം ഇവ പാജർ. ബാലൻ ദിയോർ പുരസ്കാരം 2025 ഇമ്പോർട്ടൻ്റ് ആണ്. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻ ദിയോർ പുരസ്കാരം ലഭിച്ചത് ഫ്രഞ്ച് താരം ഉസ്മാൻ ഡെംബലക്ക്. മികച്ച യുവതാരത്തിനുള്ള കോപ്പ ട്രോഫി നേടിയത് ലാമിൻ യമാൽ. പുരുഷ ഗോൾ കീപ്പർക്കുള്ള യാഷിൻ ട്രോഫി നേടിയത് ജിയാൻ ലൂജി ഡൊണോരുമ.
ടോപ്പ് സ്കോറർക്കുള്ള ഗർഡ് മുള്ള ട്രോഫി നേടിയത് വിക്ടർ യോക്കറസ്. മികച്ച കോച്ചിനുള്ള യൊഹാൻ ക്രൈഫ് ട്രോഫി നേടിയത് ലൂയിസ് എൻട്രിക്ക്. മികച്ച പുരുഷ ഫുട്ബോൾ ക്ലബിനുള്ള പുരസ്കാരം നേടിയ ടീം PSG. തുടർച്ചയായ 3-ാം തവണയും മികച്ച വനിതാ ഫുട്ബോളർക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഐറ്റാന ബോൺമാറ്റി. മികച്ച യുവ വനിതാ താരം വിക്കി ലോപ്പസ്. മികച്ച വനിതാ ഗോൾ കീപ്പർ ഹന്ന ഹാംപ്ടൺ. മികച്ച വനിതാ പരിശീലക സെറീന വിഗ്മാൻ. മികച്ച വനിതാ ഫുട്ബോൾ ക്ലബ്ബ് ആഴ്സണൽ. ടോപ്പ് സ്കോറർക്കുള്ള ജെറാൾഡ് മുള്ളർ ട്രോഫി നേടിയ വനിതാ താരം ഇവ പാജർ. 2025 വനിതാ കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയായത് ഇക്വഡർ. 2025 വനിതാ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ ബ്രസീലാണ്. കൊളംബിയയെ പരാജയപ്പെടുത്തി. 2025 വനിതാ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ബ്രസീൽ. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് മാഡിസൺ കീസ്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് കോക്കോ ഗൗഫ്. വിംബിൾഡൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ. വിംബിൾഡൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സിയാടെക്. US ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് കാർലസ് അൽക്കാരസ്. US ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സെബലങ്ക. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ ഇറ്റലി. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് മാഡിസൺ കീസ് അമേരിക്ക. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് സ്പെയിന്. ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് കോക്കോ ഗൗഫ് അമേരിക്ക. വിംബിൾഡൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ ഇറ്റലി. വിംബിൾഡൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സിയാടെക് പോളണ്ട്. US ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് സ്പെയിന്. US ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സെബലങ്ക ബെലറൂസ്. കേരള ക്രിക്കറ്റ് ലീഗ് 2-ാം സീസണിൽ കിരീടം നേടിയത് കൊച്ചി W ടൈഗേഴ്സ്. ക്യാപ്റ്റൻ സാലി സാംസൺ. കേരള ക്രിക്കറ്റ് ലീഗ് 2-ാം സീസണിൽ കിരീടം നേടിയത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. കേരള ക്രിക്കറ്റ് ലീഗ് ലേലത്തിൽ സഞ്ജു സാംസണെ റെക്കോർഡ് തുകയ്ക്ക് സ്വന്തമാക്കിയ ടീം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. പോൾ വാട്ടിൽ 13-ാം തവണയിൽ ലോക റെക്കോർഡ് ഭേദിച്ച സ്വീഡിഷ് താരം അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. പോൾ വാട്ടിൽ 13-ാം തവണയിൽ ലോക റെക്കോർഡ് ഭേദിച്ച സ്വീഡിഷ് താരം അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. 2025 ഒക്ടോബർ 30 അന്തരിച്ച ഒളിമ്പിക് ഹോക്കി മെഡൽ നേടിയ ആദ്യ മലയാളി താരം മാനുവൽ ഫെഡറിക്. ഇമ്പോർട്ടൻ്റ് ആണ്. ഗോൾ മുഖത്തെ കടുവ എന്നറിയപ്പെട്ടു. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോളണ്ടിനെ തോൽപ്പിച്ച് വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിൻ്റെ ഗോളിയായിരുന്നു. 2019 ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചു. 2025 ഒക്ടോബർ 31 അന്തരിച്ച ഒളിമ്പിക് ഹോക്കി മെഡൽ നേടിയ ആദ്യ മലയാളി താരം മാനുവൽ ഫെഡറിക്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൻ്റെ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസഡറായി നിയമിതനായത് സഞ്ജു സാംസൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മന്ദന. ഇമ്പോർട്ടൻ്റ് ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മന്ദന. ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഷെഫാലി വർമ്മ. MS ധോണിയെ ബ്രാൻഡ് അംബാസഡറായി നിയമിച്ച ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI. MS ധോണിയെ ബ്രാൻഡ് അംബാസഡറായി നിയമിച്ച ബാങ്ക് ഇമ്പോർട്ടൻ്റ് ആണ് SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ലോറൻസ് സ്പോർട്സ് പുരസ്കാരം 2025 ലോറൻസ് വേൾഡ് സ്പോർട്സ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. ലോറൻസ് വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് സിമൺ ബൈൽസ്. ലോറൻസ് വേൾഡ് ടീം ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് റയൽ മാൻഡ്രിഡ്. ലോറസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ലാമിൻ യമാൽ. ലോറസ് സ്പോർട്സ് ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് റാഫേൽ നദാൽ. ലോറസ് സ്പോർട്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പഠിക്കുക. ഒന്നുകൂടി വായിക്കണോ? വായിച്ചേക്കാം.
2025 ലോറസ് വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് അർമാൻ ഡുപ്ലാന്റിസ്. ലോറസ് വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് സിമൺ ബൈൽസ്. ലോറസ് വേൾഡ് ടീം ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് റയൽ മാൻഡ്രിഡ്. ലോറസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലാമിൻ യമാൽ. ലോറസ് സ്പോർട്സ് ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് റാഫേൽ നദാൽ. 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ്, ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം മൗലി, ഹിമാലയൻ മൊണാല്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം മൗലി. 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയ സംസ്ഥാനം കേരളം. 38ാമത് ദേശീയ ഗെയിംസിൽ ഫുട്ബോളിൽ സ്വർണം നേടിയ സംസ്ഥാനം കേരളം. 38ാമത് ദേശീയ ഗെയിംസ് വനിതകളുടെ വോളിബോളിൽ നേടിയ സംസ്ഥാനം കേരളം. 38ാമത് ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിനായി 3 സ്വർണം നേടിയ വനിത ഹർഷിത ജയറാം. 2027 നടക്കുന്ന 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം മേഘാലയ. ഓർത്തു വെച്ചോണേ, 2027 നടക്കുന്ന 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം മേഘാലയ. 2025 ഫിഡെ പുരുഷ ചെസ് ലോകകപ്പിൻ്റെ വേദി ഗോവ, ഇന്ത്യ. 2025 ഫിഡെ പുരുഷ ചെസ് ലോകകപ്പിൻ്റെ വേദി ഗോവ, ഇന്ത്യ. 2025 ഫിഡെ പുരുഷ ചെസ് ലോകകപ്പ് വിജയി ആര്? ജാവോഖിർ സിന്ദറോവ്. 2025 ഫിഡെ പുരുഷ ചെസ് ലോകകപ്പ് വിജയി ആരായിരുന്നു? ജാവോഖിർ സിന്ദറോവ്. 2025 ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യം ദക്ഷിണാഫ്രിക്ക. ക്യാപ്റ്റൻ ടെംബ ബാവുമ. 2025 ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യം ദക്ഷിണാഫ്രിക്ക. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ അത്ലറ്റ് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഞ്ജു ബോബി ജോർജ്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ അത്ലറ്റിക് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഞ്ജു ബോബി ജോർജ്. ഇമ്പോർട്ടൻ്റ് ആണ്. IPL-ൽ അരങ്ങേറിയ ഏറ്റവും പ്രായം കുറഞ്ഞ ക്രിക്കറ്റ് താരം വൈഭവ് സൂര്യവംശി. ഇത് ഈ അടുത്തിടെ നടന്നൊരു PC പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. IPL-ൽ അരങ്ങേറിയ ഏറ്റവും പ്രായം കുറഞ്ഞ ക്രിക്കറ്റ് താരം വൈഭവ് സൂര്യവംശി. IPL ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. ഇതും ഈ അടുത്തിടെ നടന്ന PC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. IPL ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ കോച്ച് ഖാലിദ് ജമീൽ. 64ാമത് സുബർദോ കപ്പ് ടൂർണമെന്റിൽ കിരീടം നേടുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ടീം ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂള്. വനിതാ പ്രീമിയർ ലീഗ് WPL-ന്റെ പുതിയ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ്. ലോക അത്ലറ്റിക് ഫെഡറേഷന്റെ 2025 മികച്ച പുരുഷ അത്ലറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അർമാൻഡോ ഡ്യൂപ്ലാന്റിസ്. ലോക അത്ലറ്റിക് ഫെഡറേഷന്റെ 2025 മികച്ച വനിതാ അത്ലറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് സിഡ്നി മക്ലൗൺ ലെവറോൺ. IPL ലേലത്തിൽ വിദേശ താരത്തിനുള്ള ഏറ്റവും ഉയർന്ന തുക നേടിയ താരം കാമറൂൺ ഗ്രീസ്. 2025 കാർ അപകടത്തിൽ മരണപ്പെട്ട പോർച്ചുഗൽ ഫുട്ബോൾ താരം ഡീഗോ ജോട്ട. 2025 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കൾ ചെൽസി. 2025 ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കൾ ചെൽസി. ക്രിക്കറ്റിലെ 3 ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മന്ദന. ക്രിക്കറ്റിലെ 3 ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മന്ദന. ഫിഡെ റേറ്റിംഗ് ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം സർവജ്ഞ സിംഗ് കുഷ്വാഹ. ഫിഡെ റേറ്റിംഗ് ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം സർവജ്ഞ സിംഗ് കുഷ്വാഹ. ലോകത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള 2025 ഫിഫ ബെസ്റ്റ് പുരസ്കാരം നേടിയ പുരുഷ താരം ഒസ്മാൻ ഡെലംബെ. ലോകത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള 2025 ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ വനിതാ താരം ഐറ്റാന ബോൺമാറ്റി. 2025 ഫിഫ അണ്ടർ 20 ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ രാജ്യം മൊറോക്കോ. 2025 ഫിഫ അണ്ടർ 17 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം പോർച്ചുഗൽ. ലോകത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള 2025 ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ പുരുഷ താരം ഒസ്മാൻ ഡെംബലെ. ലോകത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള 2025 ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ വനിതാ താരം ഐറ്റാന ബോൺമാറ്റി. 2025 ഫിഫ അണ്ടർ 20 ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ രാജ്യം മൊറോക്കോ. 2025 ഫിഫ അണ്ടർ 17 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം പോർച്ചുഗൽ.
2025 ഇന്ത്യൻ സൂപ്പർ കപ്പ് കിരീടം നേടിയ ടീം FC ഗോവ. 2025 ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടിയ ടീം മോഹൻ ബഗാൻ. 2025 ഇന്ത്യൻ സൂപ്പർ കപ്പ് കിരീടം നേടിയ ടീം FC ഗോവ. 2025 ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടിയത് മോഹൻ ബഗാൻ. 2024-25 സീസണിൽ ഐ ലീഗ് ഫുട്ബോൾ കിരീടം ചർച്ചിൽ ബ്രദേഴ്സ് നേടിയെങ്കിലും കായിക തർക്ക പരിഹാര കോടതി വിധിയിലൂടെ ചർച്ചിൽ ബ്രദേഴ്സിനെ രണ്ടാമതാക്കി കിരീടം നേടിയ ടീം ഇന്റർകാശി FC. സയ്യിദ് മുസ്താഖ് അലി ട്രോഫി കിരീടം നേടിയത് ജാർഖണ്ഡ്. കേരള പ്രീമിയർ ചെസ് ലീഗിൻ്റെ പ്രഥമ സീസണിലെ വിജയി കോഴിക്കോട് കിങ് ലേയേഴ്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്